നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കൂടോത്രം അഥവാ ഗൂഢതന്ത്രം, അതായത് ആരെങ്കിലും നമ്മെ ദോഷപ്പെടുത്തുവാൻ അഥവാ ഇല്ലായ്മ ചെയ്യാൻ ചെയ്യുന്ന മാന്ത്രിക കർമ്മം. ഈ വിഷയത്തിൽ പലർക്കും ആശങ്ക ഉണ്ടാവാറുണ്ട്. ആദ്യം ഒരു കാര്യമാണ് വ്യക്തമാക്കേണ്ടത്. അത് എന്തെന്നാൽ, ഗൂഢതന്ത്രത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിച്ച തെളിവുകളില്ല. എന്നാൽ ശാസ്ത്രീയ തെളിവുകളില്ല എന്ന കാരണത്താൽ പാടെ നിഷേധിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെ പാതി അടഞ്ഞ വാതിൽ പോലെ കരുതാം. അതായത്, തുറന്നിരിക്കുകയാണോ? അല്ല. എന്നാൽ അടഞ്ഞിരിക്കുകയാണോ? അതുമല്ല. നമുക്കെല്ലാം അറിയാം, ഇന്നത്തെ കാലത്ത് സ്വന്തം പ്രശ്നങ്ങളല്ല ഒരാളുടെ ഉറക്കത്തെ കെടുത്തുന്നത്, പകരമോ അന്യന്റെ ഉയർച്ച കണ്ടിട്ടാണ്. ഇത് വാസ്തവം തന്നെയാണ്. എന്നാൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, ഭയം, തോൽവി, ഇതെല്ലാം ജീവിതത്തിലെ സാധാരണ പ്രശ്നങ്ങൾ കാരണം ആയിരിക്കും. എന്നാൽ ഇനി അങ്ങനെയല്ല എന്ന തോന്നൽ വരികയാണെങ്കിൽ എങ്ങനെ ഗൂഢതന്ത്രത്തെ വിലയിരുത്താം? ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. മടിയും ആത്മവിശ്വാസക്കുറവും നെഗറ്റീവ് ചിന്തകളും കാരണം ജീവിതത്തിൽ ഒന്നും ആയിത്തീരാൻ കഴിയാത്തവരും എനിക്കാരോ ഗൂഢതന്ത്രം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് വരാം. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്കിൽ ആദ്യം അതിൻ്റെ യഥാർത്ഥ കാരണത്തെ പരിശോധിക്കാൻ ശ്രമിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവയുണ്ടോ? സാമ്പത്തികം, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ എന്നിവയുണ്ടോ? ഇവയൊക്കെയും പലപ്പോഴും ഗൂഢതന്ത്രമായി തോന്നിയെന്നിരിക്കും. മനസ്സിന്റെ സ്വാധീനത്തെ പരിശോധിക്കുക. ഭയമുണ്ടെങ്കിൽ, അതെ, ഭയമുണ്ടെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വലുതായി തോന്നാം. സംശയമുണ്ടെങ്കിൽ ആത്മവിശ്വാസം കുറയാം. ഏതിനെയും കൂടോത്രമാണെന്ന് എപ്പോഴും കരുതരുത്. സത്യത്തിൽ ഈ കൂടോത്ര ഭയം എവിടെ നിന്നാണ് വരുന്നത്? കേട്ടിട്ടുള്ള ചില കെട്ടുകഥകളിൽ നിന്നാകാം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മുഖാന്തരവുമാകാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗൂഢതന്ത്രം എന്നത് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല എന്നാണ്. ചിലർക്ക് അന്യ സ്ത്രീകളോട് താല്പര്യമുണ്ടാകും. ഇതുപോലെ അന്യ സ്ത്രീകളോട് ബന്ധം പുലർത്തുന്ന വ്യക്തിയുടെ ഭാര്യ പൊതുവെ കരുതി വെക്കുന്നത് തൻ്റെ ഭർത്താവിനെ ആ സ്ത്രീ വശീകരിച്ചു വച്ചിരിക്കുകയാണ് എന്ന്. അത് തൻ്റെ ഭർത്താവിൻ്റെ മോശം സ്വഭാവമാണെന്ന് കരുതുന്നതേയില്ല. അതുമല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ഒരു വലിയ കാമദേവനാണോ? അതുമല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് പ്രത്യേക കഴിവുള്ള വ്യക്തിയാണോ? അതുമല്ല എങ്കിൽ വലിയ ധനികനാണോ? അവൾ എന്ത് കണ്ടിട്ടാ അയാളെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ തീരുന്നതേയുള്ളൂ ഈ തെറ്റിദ്ധാരണ. വശീകരണം എന്നത് പല സംസ്കാരത്തിലും വിശ്വാസത്തിലുമുള്ള ഒരു ആശയമാണ്. ഒരാളുടെ മനസ്സിനെ അല്ലെങ്കിൽ വികാരത്തെ നിയന്ത്രിക്കാൻ മന്ത്രം, തന്ത്രം, ആത്മീയ ശക്തി എന്നിവ ഉപയോഗിക്കുന്ന ഒരു പ്രാചീന രീതി. ശാസ്ത്രീയമായ ചിന്തയിലൂടെ വീക്ഷിക്കുമ്പോൾ ഒരാളുടെ സ്വതന്ത്ര ചിന്തയെ മാന്ത്രികം കൊണ്ട് നിയന്ത്രിക്കാം എന്നതിന് ഉറച്ച തെളിവുകൾ ഇല്ലായിരിക്കാം. ഗൂഢമായ തന്ത്രമായതുകൊണ്ട്, അത് രഹസ്യമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണത്. എന്നാൽ നേരത്തെ പറഞ്ഞ വിഷയം, പലപ്പോഴും ആളുകൾ വശീകരണം എന്ന് കരുതുന്നത് ഒരു ശക്തമായ ആകർഷണം അല്ലെങ്കിൽ ഇൻഫാറ്റിനേഷൻ അഥവാ മതിമോഹം കൊണ്ടാകാം. അതുമല്ലെങ്കിൽ ഇമോഷണൽ മാനിപ്പുലേഷൻ അഥവാ വൈകാരിക കൃത്രിമത്വം കൊണ്ടാകാം. അതുമല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഇൻഫ്ലുവൻസ് അഥവാ മാനസിക സ്വാധീനം കൊണ്ടാകാം. അതുമല്ല എങ്കിൽ ആത്മവിശ്വാസമുള്ള സംസാര ശൈലിയാകാം. ഇതിനൊക്കെയാണ് പലരും വശീകരണമെന്ന് കരുതി വയ്ക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ,
ഒരു വ്യക്തി നിരന്തരം തന്നെ ആരോ വശീകരിച്ചു എന്ന് കേട്ടാൽ അവരത് സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ഇതിനെ സജഷൻ എഫക്റ്റ് എന്നാണ് പറയുന്നത്. കൂടോത്രം എന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പരിഷ്കാര രാജ്യങ്ങളും ഇന്നത്തെ കാലത്തും നിലകൊണ്ടു പോരുന്ന ജനവിശ്വാസങ്ങളിൽ കാണപ്പെടുന്ന സാധാരണയായി മറ്റൊരാൾക്ക് ദോഷങ്ങൾ വരുത്താൻ മന്ത്രം, തന്ത്രം എന്നിവ ഉപയോഗിക്കുന്ന ഒരു നിഗൂഢമായ വിശ്വാസമെന്ന് കൂടോത്രത്തെ പറയാം. എന്നാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ടാണ് വരുന്നതെന്ന് കരുതുന്നത് ഒട്ടും ശരിയല്ല. ഭയത്തേക്കാൾ ശക്തമായത് ഒരു വ്യക്തിയുടെ ഉറച്ച മനസ്സും ആത്മവിശ്വാസവുമാണ്. ഇതിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രം മതി, നമുക്കാർക്കും ഒരു കൂടതന്ത്രവും ഏൽക്കുകയില്ല. അതിനായി ചെയ്യേണ്ടത് മാനസികമായി ശക്തരാകുക, ആരോഗ്യത്തെയും ഉറക്കവും ശ്രദ്ധിക്കുക, പോസിറ്റീവായ ആളുകളോട് ഇടപെടുക, നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മനധൈര്യം വർദ്ധിക്കാനായി ജപിക്കേണ്ട ഒരു അത്ഭുത മന്ത്രത്തെ പറഞ്ഞു തരാം. ശത്രുക്കളുടെ കണ്ണേറ്, പ്രാക്ക്, തന്ത്രപ്രയോഗങ്ങൾ ഇവയെല്ലാം ഏൽക്കാതിരിക്കാൻ ജപിക്കേണ്ട മഹാദേവന്റെ രൗദ്ര പഞ്ചാക്ഷരി മന്ത്രമാണ് അത്. മന്ത്രം ഇതാണ്: ഓം മം നമഃ ശിവായ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം മം നമഃ ശിവായ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ മന്ത്രത്തെ നിത്യവും ജപിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷ മാല ഉപയോഗിച്ച് 108 മാല ജപിക്കുന്നത് കൊണ്ട് ഒരു സുരക്ഷാ കവചം സൃഷ്ടിക്കപ്പെടുകയും ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനുമാകും. എത്ര ശക്തനായ ശത്രുവായാലും ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. അതുപോലെ ഈ മന്ത്രത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 11 തവണ ജപിച്ച് ഉറങ്ങുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.